വിഷുവൊക്കെ അല്ലേ വരുന്നത്, നമുക്ക് സിമ്പിളായിട്ടുള്ള കുറച്ച് നാടൻ റെസിപ്പീസൊക്കെ കണ്ടു നോക്കാം. ഇന്നൊരു മാങ്ങ മോര് കാച്ചിയതാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. സൂപ്പറാണ്, സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ഒന്നുമില്ല, ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇഷ്ടമുള്ള മാങ്ങ എടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു സൈസിൽ 2 മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ തൊലിയൊന്ന് കളഞ്ഞിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കാം. പഴുത്ത മാങ്ങ തന്നെ എടുക്കുക കേട്ടോ. ഞാൻ നല്ല പഴുത്ത മാങ്ങ തന്നെ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ആദ്യം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ക്യൂബ്സായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. ചട്ടി ഒന്ന് ചൂടാകുന്ന സമയത്ത് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുന്ന സമയത്ത് 1/2 ടീസ്പൂണ് കടുക്, 1/4 ടീസ്പൂണ് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. 2-3 പച്ചമുളകും കൂടി ഉണ്ട് ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിലിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി കനം കുറച്ച് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടൊന്ന് വറുത്തെടുക്കുക. ഇതൊന്ന് മൂത്ത് വഴറ്റിയെടുത്ത സമയത്ത് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുള്ള മാമ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മാമ്പഴം ഒരുപാട് വെന്ത് അലിഞ്ഞു പോകണ്ട, ജസ്റ്റ് 2-3 സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അതിൻ്റെ ആ ഒരു പച്ചമണം ഒക്കെ മാറിയതിന് ശേഷം ഒന്ന് മൂപ്പിച്ച് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് നല്ല കട്ടിയുള്ള തൈര് ചേർത്ത് കൊടുക്കുക. ഒരുപാട് പുളിയില്ല, എന്നാൽ അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മളിത് ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നല്ല കട്ടിയാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂണ് ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുള്ള ഒരു റീൽസ് കണ്ട് ഉണ്ടാക്കി നോക്കിയതാണ്. സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മാങ്ങ മോര് കാച്ചിയത് ഇവിടെ റെഡി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ. നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.